ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, ജെനുവിനസ് സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട വേരിയസ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊസീജിയേഴ്സ്, അത് യൂണിവേഴ്സിറ്റി നമുക്ക് എങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കാം, എന്തൊക്കെ ഡോക്യുമെന്റുകൾ ആവശ്യമാണ്, ആർക്കൊക്കെ കിട്ടും, ആർക്കൊക്കെ കിട്ടില്ല, എന്താണ് ഈ സർട്ടിഫിക്കറ്റിൽ തമ്മിലുള്ള വ്യത്യാസം, ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിരുന്നു. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ കണ്ടു നോക്കാം. അന്നേരം നിങ്ങളുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ജെനുവിനസ് സർട്ടിഫിക്കറ്റും ബോണഫൈഡ് സർട്ടിഫിക്കറ്റും ഹാജരാക്കാനായിട്ട് പറയുന്നുണ്ട്. സോ ജെനുവിനസ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ കൊടുത്ത് നിങ്ങൾ കണ്ടു നോക്കാം. ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ നോക്കേണ്ടത്. ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ്, വലിയ കാശ് മുടക്കുള്ള സർട്ടിഫിക്കറ്റ് ഒന്നുമല്ല. സോ ഇതെങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. സോ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ പഠിച്ചത് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ നിങ്ങളൊരു ബോണഫൈഡ് സ്റ്റുഡന്റ് ആണ്, നിങ്ങൾ അവിടുത്തെ ഒരു സ്റ്റുഡന്റ് ആണ് എന്ന് കാണിക്കുന്ന രീതിയിൽ ആ കോളേജുകാർ നിങ്ങൾക്ക് തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും കിട്ടാം, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞതിന് ശേഷവും കിട്ടാം. ആ രണ്ട് സാധ്യത നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാവുന്നതാണ്. സോ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നമുക്ക് സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് കിട്ടാം. രണ്ട് രീതിയിലാണെങ്കിലും യൂഷ്വലി ബോണഫൈഡ് സർട്ടിഫിക്കറ്റുകളെല്ലാം കോളേജിന്റെ ഒഫീഷ്യൽ ലെറ്റർ പാഡിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് പ്രിന്റ് എടുത്ത് സീൽ ചെയ്ത് വെച്ച് തരുന്നതാണ്. സോ ബേസിക്കലി നമ്മുടെ ലെറ്റർ പാഡിന്റെ പാഡിൽ കോളേജിന്റെ പേര്, അതുപോലെ അഡ്രസ് എന്താണ്, ഏത് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നു, ആ ഡീറ്റെയിൽ ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഒരു BEd ഡിഗ്രിയുടെ ബേസിസിലാണ് നമ്മൾ എഴുതുന്നതെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഒന്നെങ്കിൽ സർട്ടിഫിക്കറ്റ് ടു ഹൂം ഇറ്റ് മേ ബി കൺസേൺ എന്ന് പറയുന്ന രീതിയിൽ, ഫോർ എക്സാമ്പിൾ ഇത് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ നമുക്ക് തരാം. സോ അങ്ങനെ ദിസ് ഇസ് ടു സർട്ടിഫൈ ദാറ്റ് Mr. Ramkumar, or arbitrary name, is a bona fide student of our institution, having successfully completed his BEd degree during the academic year 2021-23. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് BEd കംപ്ലീറ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ ഓവറോൾ CGPA എന്ന് പറയുന്നത് 7.83 ആണ്. ത്രൂ ഔട്ട് ഹിസ് സ്റ്റഡീസ് ഹി ഡെമോൺസ്ട്രേറ്റഡ് ഹിംസെൽഫ് ടു ബി എ ഡെലിഗേറ്റ് ആൻഡ് കമന്റബിൾ സ്റ്റുഡന്റ്. എന്തെങ്കിലും ഒരു ക്യാപ്ഷൻസ് പലപ്പോഴും ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട്. അത് ഇത് ഈ ലൈൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ചില സാഹചര്യങ്ങളിൽ ഇത് നിങ്ങൾ റെഗുലർ ആയിട്ടാണ് പഠിച്ചത് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് അതുകൂടി ഇതിനകത്ത് മെൻഷൻ ചെയ്യാൻ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹി ഹാസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഹിസ് BEd ഡിഗ്രി കോഴ്സ് ബ്രാക്കറ്റിൽ യു ക്യാൻ ഗീവ് ഇറ്റ് ആസ് എ റെഗുലർ സ്റ്റുഡന്റ്, റെഗുലർ എന്ന് മെൻഷൻ ചെയ്യിച്ച് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ പിന്നെ റെഗുലറിന്റെ ആവശ്യമൊന്നുമില്ല. ചില സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് അപ്പം അതിന്റെ താഴെ എന്തുണ്ടാണോ അതിന്റെ താഴെയിൽ സിഗ്നേച്ചർ ആൻഡ് ദ സീൽ ഓഫ് ദ പ്രിൻസിപ്പൾ, അതായത് കോളേജിന്റെ അതോറിറ്റി ആണ് അയാളുടെ സിഗ്നേച്ചറും നെയിം സീലും ഉണ്ടാവണം, കോളേജിന്റെ സീലും ഉണ്ടാവണം. ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഒഫീഷ്യൽ ലെറ്റർ പാഡിൽ പ്രിന്റ് എടുക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ കോളേജ് സീൽ വെക്കണമെന്നില്ല, കോളേജ് സീൽ വെച്ചില്ലെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഒഫീഷ്യൽ ലെറ്റർ പാഡിൽ നോപ്പറിലും വൈറ്റ് പേപ്പറിലൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ കോളേജ് സീൽ വാങ്ങിക്കും. ഒഫീഷ്യൽ ലെറ്റർ പാഡിലാണെങ്കിൽ കോളേജ് സീൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ചില കോളേജുകളിൽ നിങ്ങൾക്ക് കിട്ടുക ടു ദ സ്പെസിഫിക് ആയിരിക്കും കിട്ടുക. ഫോർ എക്സാമ്പിൾ കേരള യൂണിവേഴ്സിറ്റിയിലേക്കാണെങ്കിൽ ടു ദ രജിസ്ട്രാർ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ട്രിവാൻഡ്രം, ആ ഡാറ്റ സ്പെസിഫൈ ചെയ്തിട്ട് കോളേജിന്റെ പ്രിൻസിപ്പളിന്റെ സീല്, സിഗ്നേച്ചർ, കോളേജിന്റെ സീല്, ഇത്രയും വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് ഒരു ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. യൂഷ്വലി ഇതിന്റെ ഹെഡിങ്ങിൽ അവർ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് എന്ന് എഴുതിയിട്ടുണ്ടോ, എഴുതാതിരിക്കാം, അതിനകത്ത് വിഷയങ്ങളൊന്നുമില്ല. കാരണം ഇതിനകത്ത് ഓൾറെഡി നിങ്ങൾ അവിടുത്തെ ഒരു ബോണഫൈഡ് സ്റ്റുഡന്റ് ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ബേസിക്കലി ഒരു ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് മേടിച്ച് നിങ്ങളുടെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷനോട് അറ്റാച്ച് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഇത് വാങ്ങാം. ഫോർ എക്സാമ്പിൾ അവർ നോക്കുന്നതെന്ന് പറയാൻ നിങ്ങൾ ആ കോളേജിൽ നിന്ന് സ്റ്റുഡന്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത് നിങ്ങൾ ചെയ്തൊരു റെഗുലർ കോഴ്സ് ആണെന്ന് ഉറപ്പുവരുത്തുക. സോ നിങ്ങൾ കോളേജുമായിട്ട് അലൈൻഡ് അസോസിയേറ്റഡ് ആണ് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ചോദിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത നിങ്ങളുടെ യൂഷ്വലി നിങ്ങൾ അവിടെ പോകാതെ തന്നെ നിങ്ങളെ അറിയാവുന്ന നിങ്ങളുടെ പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് സൈൻ ചെയ്ത് സീൽ ചെയ്ത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ അയച്ചു തരുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് കോപ്പി അയച്ചു തരുമോ ചെയ്യും. സോ വളരെ സിമ്പിൾ ആയിട്ട് പ്രൊസീജിയർ മാത്രമാണ്. ഇതാണ് ബോണഫൈഡ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.